Hi, Namaste, welcome back to my channel. മോർണിംഗിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലേ? ഈവനിങ് സ്ട്രാറ്റജി ക്രൂഡ് ഓയിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് നേടാൻ കഴിയും. അതും ഒരുപാട് നേരം ചാർട്ടിലിരിക്കാൻ നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും എടുക്കാനുള്ള ഒരു വഴിയാണ് സ്കാൽപ്പിംഗ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് എൻട്രി എക്സിറ്റ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടും. നല്ല മൊമെൻറ്റുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ വന്ന മൊമെൻറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11th December ആണ്. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു ബൈയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സെല്ല് പിന്നെ എഗെയിൻ ഒരു ബൈയും. അപ്പോൾ ഇന്നലത്തെ ഈവനിങ് മാർക്കറ്റും ഇതുപോലെ തന്നെ. ഇത് കണ്ടോ, ഇന്നലത്തെ ഈവനിങ് നല്ല പോലെ അടിച്ച് മാർക്കറ്റ് 2 പ്രാവശ്യം അടിച്ച് ബ്രേക്ക് ചെയ്ത് കയറി. അപ്പം ഒരു എൻട്രി മിസ്സായി ഞാൻ നെക്സ്റ്റ് എൻട്രി നമുക്ക് ഇവിടുന്ന് രണ്ടാമത് പിക്ക് ചെയ്യാൻ സോഫ്റ്റ്വെയർ അത് പറഞ്ഞു തരികയും ചെയ്യും. ഇതിനകത്ത് ഫേക്ക് അപ്പ് ഡൗൺസ് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം മിക്കവാറും ഈവനിങ്ങിൽ പെർഫോമൻസ് ഇത് കണ്ടോ, ഇതിന് മുമ്പത്തെ മാർക്കറ്റാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഈവനിങ് ടൈമിൽ നമുക്ക് സ്കാൽപ്പിങ്ങിൽ മിക്കവാറും പെർഫോമൻസ് കിട്ടുന്നത്. ഇതിന് മുമ്പത്തെ മാർക്കറ്റ് നോക്കി ഈവനിങ് ടൈമിൽ നല്ല ഫ്ലക്ച്വേഷൻ നല്ല പെർഫോമൻസ് നമുക്ക് മിക്കവാറും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് 5 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻട്രി എക്സിറ്റ് നമുക്ക് ഒരുപാട് നേരം കാത്തിരിക്കുകയും വേണ്ട, പെട്ടെന്ന് എൻട്രിയും എക്സിറ്റ് നമുക്ക് നേടാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മെത്തേഡ് പറഞ്ഞുതരാം. ഇത് ടോട്ടൽ ലേറ്റസ്റ്റ് വേർഷനാണ് 8.1. ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് മറ്റ് ചാർട്ടുകളേക്കാളും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് അപ്പ് ഡൗൺസ്, അതായത് ഡൗണിലേക്ക് പോകുമ്പോൾ നമുക്കത് തിരിച്ച് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ച് ഇനി കയറാനുള്ള ചാൻസ് ആണോ അതോ അവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം ഇത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പൈസക്ക് ലേറ്റസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. 2.5 വന്നു. അപ്പോൾ അതിനകത്ത് എൻട്രി പോയിന്റ് ടാർഗറ്റും കാണിച്ചു. അതിന് മുമ്പ് സെല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബൈ എടുത്തത് ഈ ക്യാൻഡിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഗ്രീനുമായിട്ട് മാച്ച് ആയത്. അതായത് ക്യാൻഡിലെ കളറ് താഴത്തെ കൺഫർമേഷൻ ബാർ സിഗ്നലിലെ സെയിം കളറുമായിട്ട് മാച്ച് ആയി അവിടുന്ന് ട്രേഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷനിൽ നമ്മളെടുത്ത് അവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു 35 പോയിന്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് ഒരു ഡൗണിഷ് ഇറങ്ങുന്നുണ്ട്. ചെറുതായിട്ട് ആ ലൈൻ ഒന്ന് റെഡായി, പക്ഷേ അവിടുന്ന് ഒരു സെൽ ട്രേഡിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക്. പക്ഷെ നമുക്ക് തിരിച്ചിനി കയറുമ്പോൾ രണ്ടാമത് അവിടുന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ കട്ട് ചെയ്ത് നെക്സ്റ്റ് എൻട്രി എടുക്കാം. അപ്പോൾ ഇന്നലത്തെ ആ ബൈ ട്രേഡ് പോലെ. ഇപ്പോൾ ഇവിടെ ബൈ വന്നു, ഇവിടെ കയറി, ഇവിടം വരെ കയറിയ ശേഷം തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി ഇവിടുന്ന് പിന്നെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് രണ്ടാമത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഈ പോയിന്റിൽ നെക്സ്റ്റ് എൻട്രി ഉണ്ട്. അവിടെ അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ സ്ട്രോങ് ആണ്. അതായത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ട്രേഡ് ആയിരിക്കും, നല്ല സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ട്രേഡിൽ എക്സിറ്റ് ചെയ്യണം, കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യണമെന്ന് നമുക്ക് അറിയാനായിട്ട് ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് വന്ന സെല്ലാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ സെല്ല് വന്ന് കുറച്ചുകൂടെ കയറിയിട്ടാണ് പിന്നെ കൺഫേം ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ട്രേഡ് പോയിരിക്കണം. അവിടെ നിന്ന് ഒരുപാട് പോയിട്ടില്ല. 5857 നിന്ന് മാർക്കറ്റ് ഇറങ്ങി ഒരു നമുക്ക് അപ്രോക്സിമേറ്റ് 5838 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ട്രേഡ് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗണിലേക്ക് പോയിട്ടില്ല. പക്ഷെ മോർണിംഗിലും മാർക്കറ്റ് കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി 5 മിനിറ്റ്സിൽ ഉപയോഗിച്ചാൽ 15 കൂടുതൽ നമുക്ക് ക്രൂഡ് ഓയിൽ വെക്കുന്നത്. 5 ആണെന്നുണ്ടെങ്കിൽ ചെറിയ ട്രേഡ്, നമുക്ക് ചെറിയ ട്രേഡ് പെട്ടെന്ന് എൻട്രി എടുക്കാൻ നമുക്ക് 5 മിനിറ്റ്സിലുള്ള സാധിക്കും. ഓക്കെ, അപ്പം ഈ സെയിം സ്ട്രാറ്റജി നമുക്ക് എല്ലാ മാർക്കറ്റിലും ഏത് മാർക്കറ്റിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ, നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇതിനകത്ത് ഓറഞ്ച്, ബ്ലൂ അതുപോലെ എക്സ്ട്രാ കളേഴ്സ് വരുന്നത് സൈഡ് വേസ് ആണ്. ഇപ്പോൾ ഇതിൽ ഇവിടെ ഇന്നലത്തെ ട്രേഡ് തന്നെ നോക്കി, ഇന്നലെ മോർണിംഗിൽ ട്രേഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബൈ വന്ന ശേഷം കൺഫേം ആദ്യം ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് ആ എക്സ്ട്രാ കളർ സൈഡ് വേസ് ആണ്, അവിടെ ട്രേഡ് ഇല്ല നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ പോർഷൻ എടുത്തിട്ടുണ്ട്, അവിടെ എക്സിറ്റ് ചെയ്യാനും നമുക്ക് ആക്ച്വലി എക്സ്ട്രാ കളർ വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാം. എക്സ്ട്രാ കളർ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം സ്ട്രാറ്റജി ഏത് മാർക്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി അതേപോലെ ഏത് മാർക്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ടോട്ടൽ 8 സ്ട്രാറ്റജിയുടെ കൂടെ 2 സ്കാനുണ്ട്. സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ RVNൽ നല്ല ട്രേഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ അടിച്ചു പോയി. രാവിലെ ബ്രേക്ക് പോയത് അപ്രോക്സിമേറ്റ് 460 നമുക്ക് ബ്രേക്ക് പോയിരിക്കണം ഒരു 82 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡാണ്. 10-20 പോയിന്റിൽ മേളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡ്, ഇത്രയും നല്ലൊരു ട്രേഡാണ് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സ്കാൻ ട്രെൻഡ് മനസ്സിലാക്കാൻ സ്കാൻ മാർക്കറ്റിൻ്റെ പ്രോപ്പർ ട്രെൻഡ് സ്ട്രോങ് ബൈ ആണ്, സ്ട്രോങ് സെല്ലാണ് എന്നൊക്കെ അറിയാൻ സ്കാനിനും കൂടെ നമ്മുടെ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ലൈവായിട്ട് 1 ഡേ ട്രയൽ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.